കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. രാത്രി സ്വയംഭുവിൽ നെയ്യഭിഷേകം നടക്കും. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള വാൾ ഇന്ന് വൈകിട്ടോടെ ഇക്കരെ കൊട്ടിയൂരിലെത്തിക്കും. ബ്രാഹ്മണർ മണിത്തറയിൽ പ്രവേശിച്ച് അഷ്ടബന്ധം നീക്കി രാശി വിളിച്ച ശേഷമാണ് നെയ്യാട്ടം നടക്കുക. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, നമുക്ക് അറിയാം, വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകുമ്പോൾ എന്തെല്ലാം പൂജാതി കർമ്മങ്ങളായിരിക്കും ഇന്ന് നടക്കുക? രോഹിണി, ഞാനിപ്പോൾ നിൽക്കുന്നത് ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൻ്റെ മണ്ണിലാണ്. ഇന്നാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നെയ്യാട്ട ചടങ്ങ് നടക്കുക. ഇന്ന് വൈകിട്ട് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള മുതിരേരി വാൾ വരവോടുകൂടിയായിരിക്കും ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുക. തുടർന്ന് അക്കരെ കൊട്ടിയൂരിൽ നെയ്യാട്ട സംഘങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുകയും ഈ സ്വയംഭൂവിൽ നെയ്യഭിഷേകം നടത്തുന്നതോടുകൂടി വൈശാഖ മഹോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കും ചെയ്യും. നാളെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭണ്ഡാരം വരവുണ്ട്. ഈ ഭണ്ഡാരം വരവ് അക്കരെ കൊട്ടിയൂരിൽ കടക്കുന്നതിന് ശേഷം മാത്രമേ അവിടെ സ്ത്രീകൾക്ക് ഉൾപ്പെടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, ആചാരപരമായും ചടങ്ങുകൾ കൊണ്ടൊക്കെ സമൃദ്ധമാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇക്കരെ കൊട്ടിയൂരാണ്. അക്കരെ കൊട്ടിയൂരിൽ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും പൊതുജനങ്ങൾക്കടക്കം പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, മാധ്യമങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. വളരെ പരിപാവനമായൊരു സ്ഥലമാണ് അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്കരെ കൊട്ടിയൂരിൽ പോയി ലൈവ് ചെയ്യുക എന്നതിന് ചില നിയന്ത്രണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗം ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മോടൊപ്പം ഇപ്പോൾ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തന്നെയുണ്ട്. കൊട്ടിയൂരിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ ചെയർമാൻ തെട്ടയിൽ നാരായണൻ നായരും ഒക്കെ ഉള്ളത്. അതോടത്തോട് കൂടി തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ചടങ്ങ് നെയ്യാട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിപാടിയാണ്. ഇന്ന് ഇവിടുത്തെ പൂജയ്ക്ക് ശേഷം, അതായത് ഒരു നെയ്യാട്ട സദ്യയുണ്ട്. നെയ്യാട്ട സദ്യ കഴിഞ്ഞതിന് ശേഷം അടിയന്തരവും ആൾക്കാരും അക്കരെ കടക്കും, ബ്രാഹ്മണന്മാരും. അത് കഴിഞ്ഞതിന് ശേഷം ഈ അഷ്ടബന്ധം നീക്കി അതിന് ശേഷം ചില കർമ്മങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് രാത്രിയാവും, ഒരു രാത്രി 10 മണിയാവും, നെയ്യാട്ടത്തിൻ്റെ ആരംഭം ആവും. നെയ്യാട്ടമാണ് ഇന്നത്തെ പ്രധാന ചടങ്ങ്. തന്നെ നെയ്യാട്ടമാണ്. നെയ്യാട്ടത്തിനാണ് ഇന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നെയ്യാട്ടം കാണാനാണ് പല ആൾക്കാരും ആണുങ്ങൾ വരുന്നത്. സ്ത്രീകൾക്ക് പ്രവേശനം ഇന്നുണ്ടായിരിക്കുന്നതല്ല. മുതിരേരി വാൾ വരവുണ്ടല്ലോ. മുതിരേരി വാൾ വരും. പക്ഷേ ഇക്കരെ കൊട്ടിയൂരിലാണ് മുതിരേരി വാൾ വന്നാൽ ഇന്ന് വെക്കുക. നാളെ മാത്രമേ മുതിരേരി വാൾ ഇക്കരെ കൊട്ടിയൂരിൽ നിന്ന് എടുക്കുകയുള്ളൂ. നാളെ ഭണ്ണാരവും തിരുവാഭരണങ്ങളും വാളും മണത്തണയിൽ നിന്ന് വരുന്ന വാളും വാദ്യങ്ങളും ആചാരസ്ഥാനികരും എല്ലാം ഇവിടെ എത്തിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് ഈ മുതിരേരി വാളും ഇവിടുത്തെ സാധാരണ വെഴുന്നള്ളത്തിനുള്ള വിഗ്രഹങ്ങളും എല്ലാമായി അക്കരെ കിടക്കും നാളെ. ഇപ്പോൾ പാരമ്പര്യേതര ട്രസ്റ്റിയായ പ്രശാന്ത് കൂടി നമ്മോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഇവിടെ? ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഭക്തജനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് പ്രധാനപ്പെട്ടതും. അതിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ പാർക്ക് ചെയ്യാനുള്ള 2000 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇക്കരെയുണ്ട്. അതുകൂടാതെ തന്നെ അക്കരെയും പുതുതായിട്ട് ദേവസ്വം വിലക്കെടുത്ത സ്ഥലമുണ്ട്. അവിടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇന്നത്തെ ഒരു അക്കരെ കൊട്ടിയൂരിൽ എപ്പോൾ തൊട്ടാണ് നിയന്ത്രണങ്ങളില്ലാതെ ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുക? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതായത് ഇന്ന് അർദ്ധരാത്രിയോടെ നെയ്യാട്ടം എന്ന ചടങ്ങ് പൂർത്തിയാകും. നാളെ നടക്കുന്ന ഭണ്ണാര എഴുന്നള്ളത്തിന് ശേഷം, അതായത് 10-ാം തീയതിക്ക് മുതൽ സ്ത്രീജനങ്ങൾക്കും എല്ലാവർക്കും തന്നെ അക്കരെ ക്ഷേത്രത്തിൽ ദർശനം സാധ്യമാകും. മറ്റെന്തെങ്കിലും ഒരുപാട് ചടങ്ങുകൾ കൊണ്ടും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അത്ര ചടങ്ങുകൾ കൊണ്ട് എത്രത്തോളം പ്രത്യേകതയുണ്ട് കൊട്ടിയൂരിനെ സംബന്ധിച്ച്? എനിക്ക് തോന്നുന്നു ഇന്ത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രം വേറെ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതായത് ഇതൊരു ജനകീയ ഉത്സവമാണ്. ഹിന്ദു സമൂഹത്തിലുള്ള നാനാവിധ ജാതികൾക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ മഴയുടെ ഉത്സവമാണ്, അതിവിടെ പുഴയുടെ ഉത്സവമാണ്, കാടിൻ്റെ ഉത്സവമാണ്, പ്രകൃതി ആരാധന തന്നെയാണ് ഇവിടെ നടക്കുന്നത്.
സ്വയംഭൂവാണ് അക്കരെ കൊട്ടിയൂരിലുള്ളത്. അപ്പം അത് അഷ്ടബന്ധം നീക്കി അത് ഈ ഒരു സമയം മാത്രം, അത് ഈ ഒരു 30 നാൾ നീണ്ടു നിൽക്കുന്നൊരു ഉത്സവമാണ്. ആ സമയത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ ഭക്തർക്ക് പ്രവേശനവുമുള്ളൂ. അപ്പം ഒരു ഒരു എന്താ ഐതിഹ്യപരമായി തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലം കൂടിയല്ലേ അക്കരെ? തീർച്ചയായിട്ടും ഇത്രത്തോളം പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം ഇന്ത്യ രാജ്യത്ത് ഇല്ല. അതാണ് ഞാൻ മുൻപേ സൂചിപ്പിച്ചത്. അപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ കൂടി ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്? ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രം ഇന്ന് മുതൽ ശിവപഞ്ചാക്ഷരി മന്ത്രങ്ങളാൽ മുഖരിതമാവുകയാണ്. 28 ദിവസത്തെ വൈശാഖ മഹോത്സവം എന്നാണ് ഈ മഹാ ഉത്സവത്തെ അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ 28 ദിവസക്കാലത്തിനുള്ളിൽ ദർശന പുണ്യം നേടി മടങ്ങുകയാണ്. ഈ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കൊട്ടിയൂർ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ സൂപ്പർവിഷനുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ ദേവസ്വം എന്ന് പറയുന്നത്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷനും അസിസ്റ്റൻ്റ് കമ്മീഷനും എല്ലാം തന്നെ ഈ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിതമായ ട്രസ്റ്റി ബോർഡാണ് ഇവിടുത്തെ ഭരണം നിർവഹിക്കുന്നത്. ട്രസ്റ്റി ബോർഡ് ചെയർമാനാണ് ഇതിൻ്റെ അധികാരി. 9 അംഗ ട്രസ്റ്റി ബോർഡാണ് കൊട്ടിയൂർ ദേവസ്വത്തിനുള്ളത്. ഇന്നലെ നമുക്കൊരു നിരാശകരമായ ഒരു വാർത്തയുണ്ടായിരുന്നു. കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ തന്ത്രി നന്ദ്യാർവള്ളി ശ്രീ വലിയ ശങ്കരൻ നമ്പൂതിരിപ്പാട് നമ്മോട് വിട പറഞ്ഞു. അതിൻ്റെ ഒരു അനുശോചനം കൂടി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു 28 ദിവസത്തേക്ക് ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യം, അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് റൂം സൗകര്യം, അന്നദാനം, കുടിവെള്ളം, മെഡിക്കൽ സൗകര്യങ്ങൾ, പെട്ടെന്ന് തന്നെ ഭക്തജനങ്ങൾക്ക് ക്യൂവിൽ നിന്ന് പ്രസാദം വാങ്ങി പോകുവാനുള്ള സൗകര്യങ്ങൾ തുടങ്ങി ഭക്തജനങ്ങൾക്ക് സുഗമമായ ഉത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും ദേവസ്വം ഈ വർഷം ഒരുക്കിയിട്ടുണ്ട്. വരുന്ന ഒരു ഭക്തന് പോലും പരാതികളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം ഭക്തരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ? കൊട്ടിയൂർ മഹാക്ഷേത്രം കേവലം കണ്ണൂർ ജില്ലയിലും കോഴിക്കോടും ഒതുങ്ങി നിന്ന ഒരു ക്ഷേത്രമായിരുന്നു. ഇന്ന് കേരളത്തിന് പുറത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ തന്നെ ആളുകൾ വരാൻ തുടങ്ങിയിരിക്കുകയാണ്. മംഗലാപുരം, ബാംഗ്ലൂർ, അതുപോലെ തന്നെ തെലുങ്കാന, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വന്ന 20 ലക്ഷത്തിന് മുകളിലുള്ള ഭക്തജനങ്ങളിൽ നിന്നും പുറമെ 20-30 ലക്ഷം ആളുകൾ ഈ വർഷം ദർശനത്തിന് എത്തും എന്നുള്ളതാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ദേവസ്വത്തിനൊരു വെല്ലുവിളിയാണ്. എങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ഭൂപ്രദേശത്ത് നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായും രോഹിണി, എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഈ മുതിരേരുവാൾ വരവോ കഴിഞ്ഞ് ഈ നെയ്യാട്ടക്കാർ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കുന്നതോടുകൂടി വൈശാഖ മഹോത്സവത്തിന് ഔദ്യോഗിക തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഭക്തരെല്ലാവരും ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് പേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ തന്നെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. രോഹിണി.